കുഴപ്പമില്ല, എക്സ്പെക്ട് ചെയ്ത് ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ വന്ന്. ഇവർക്ക് മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു ഇത് വരുമല്ലോ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട്, ഉള്ളിലുണ്ട്. നമ്മൾ തലേന്നൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും, നാളെ എന്നതാണ് നോക്കേണ്ടതെന്നുള്ളത്. ഒരു ഭയങ്കര ഇതായിട്ട് 98.5 ഒക്കെ ഉണ്ടാകുള്ള ഒരു ഇതില് ഓൺലൈനായി റിപ്പീറ്റ് ചെയ്തിട്ട് 98.6 ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സെഷൻ 1 കിട്ടിയ ലിഹാൻ മക്ബൂലാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ നിങ്ങൾ ഒത്തിരി ആൾക്കാർ ഓൺലൈനിൽ പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട് ഉണ്ടാവും. എല്ലാ ഡൗട്ടും എന്താണ് ഈ ഒരു ഇന്റർവ്യൂവിൽ ലിഹാന്റെ അഭിപ്രായം കൂടെ കേട്ടാൽ നിങ്ങൾക്ക് തീരുന്നതായിരിക്കും. സോ ഇത് അവസാനം വരെ കാണാം. വെൽക്കം ലിഹാൻ. റിസൾട്ട് വന്ന ആ ഒരു സമയം നോക്കുന്നതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ സംഭവിച്ചതെന്ന്. അതായത് ഒന്നാമത് ഇങ്ങനെ റിസൾട്ടിന്റെ ലിങ്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ലിങ്ക് അടിച്ച് നോക്കുമ്പോൾ സെർവർ എററായിട്ട് ഇങ്ങനെ കാണിക്കുക, അങ്ങനെ കുറെ നേരം ഇങ്ങനെ കാണിക്കണം. പിന്നെ അടുത്ത ദിവസം വരുന്നത് ഏതാണ്ട് നോക്കി. പിന്നെ അവസാനം ഒരു വീഡിയോ കണ്ട് റിസൾട്ട് ഔട്ടായി തന്നെ ഒന്ന് എടുത്ത് നോക്കി. ഇങ്ങനെ കുറച്ച് നേരത്തിന് ഇങ്ങനെ എറർ കാണിച്ചു. പിന്നെ അങ്ങോട്ട് വന്ന് അങ്ങനെ നോക്കാനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല ഉണ്ടാവും എന്നുള്ള ഒരു ഇതിൽ അങ്ങോട്ട് നോക്കി. കുഴപ്പമില്ല, എക്സ്പെക്ട് ചെയ്ത് ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ വന്ന്. മാർക്ക് ചെക്ക് ചെയ്തനുസരിച്ചിട്ട് ഒറ്റക്കാണോ നോക്കിയതല്ലേ? അല്ല, ഒറ്റക്കാ നോക്കി. ഏതാണ്ട് ആ ഒരു എത്ര മണി 5 മണി അടുത്ത്. എന്നിട്ട് പാരന്റ്സിനോടൊക്കെ പറഞ്ഞപ്പോ അല്ല, ഞാനൊരു കാഷ്വലായിട്ടാ പറഞ്ഞേ. അപ്പൊ ഒരു ഭയങ്കര ഇതായിട്ട് 98.5 ഒക്കെ ഉണ്ടാവുള്ള ഒരു ഇതില് 98.6 നീ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് നിനക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു സെഷന്, പക്ഷെ ഒരു മീഡിയം ടു ഡിഫിക്കൽട്ട് സെഷൻ ആണെന്നാണ് റിവ്യൂല് വന്നത്. പൊതുവെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ കൂടുമായിരുന്നോ? എവിടെയാ നിനക്ക് ഇപ്പൊ ഞാൻ നിന്നോട് പറയാം, നീ 98.6 ഒതുങ്ങേണ്ട ആളല്ല. മാത്സ് ആയിരുന്നു വീക്ക്. മാത്സ് പൊതുവെ മാത്സ് പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടില്ല. മാത്സ് ഞാൻ ഇതിലുണ്ടായിരുന്ന സമയത്ത് വീഡിയോ ക്ലാസ് ഇങ്ങനെ കാണും, പക്ഷെ നമുക്ക് കൊണ്ട് ഇൻപുട്ട് കൊടുക്കണതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണില്ല. മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയല്ലല്ലോ. ആ ഒരു ഇതുള്ളതുകൊണ്ട് മാത്സ് ഒരു ലേശം മടുപ്പ് പിടിക്കണ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവസാനം എക്സാം എഴുതിയിട്ട് പഠിക്കാന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാന്നുള്ള അതിനൊക്കെയായിട്ട് തന്നെ. അപ്പൊ ഇതില് പിന്നെ ഈ ഞാൻ എപ്പോഴും ഓൺലൈനായിട്ട് അതും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒത്തിരി ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഷെഡ്യൂൾ ഉണ്ട്. അതെങ്ങനെ നീ മാനേജ് ചെയ്യുന്നത്? മടുക്കൂലേ? വീഡിയോ കാണുന്നത് ഒരു മടുപ്പാണ്. ഷിനാസ് സാറതൊക്കെ ആയിരുന്നു മെയിനായിട്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു പറയാം. മറ്റേ ഷിനാസ് സാർ തന്നെ അധികം തുടക്കം കുറച്ച് നേരം നിന്ന് തിയറി പറഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിപ്പിക്കുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ നിഷാദ് സാറും ഓരോരുത്തരെ ആൾക്കാരനുസരിച്ച് പിന്നെ പെട്ടെന്ന് സിലബസ് തീർക്കാന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പെട്ടെന്ന് ഷെഡ്യൂൾ അതേപോലെ ഫുൾ സിലബസ് ടെസ്റ്റ് ചെയ്താന്നുള്ള ഇതില്. പിന്നെ ഇപ്പം ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ചോദിച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യണം. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നോക്കുക, കിട്ടുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത്. ഇനി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാതെ എന്ത് ചെയ്തോ സ്കിപ്പ് ചെയ്തോ നോക്കണം. അപ്പം അങ്ങനെ തന്നെയാണ് നീ ചെയ്തത്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിയതാണോ തുടക്കത്തിലൊക്കെ? അതായത് ഇവിടെ തുടക്കത്തില് അങ്ങനെ തന്നെ സിനിമ കാണുന്ന പോലെ തന്നെ കണ്ടിരുന്നിരുന്നത്. സിനിമ കാണുന്ന പോലെ തന്നെ കണ്ടിരുന്നു. പിന്നെ മെല്ലെ അങ്ങനെ കാര്യമില്ലാന്ന് മനസ്സിലായി. അങ്ങനെ നമ്മള് ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടൂല, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ മാറി. അപ്പൊ ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻ കാണും. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഷിനാസ് സാർ തിയറി പറഞ്ഞ് ആദ്യത്തെ ചോദ്യം കാണിക്കുമ്പോ തന്നെ നീ എന്ത് ചെയ്യും? നീ അത് ചെയ്യാൻ പോസ് ചെയ്തിട്ട് പറ്റുണ്ടോ നോക്കും. ഓക്കെ റൈറ്റ്. പിന്നെ അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് ആയിട്ടുണ്ടാവും അല്ലെ? ഏകദേശം എത്ര സമയം പഠിച്ചിട്ടുണ്ടാവും? സമയത്തിന്റെ കണക്കിലല്ല, ഞാൻ ടോപ്പിക്സ് ഒന്ന് ഇതായിട്ട് നോക്കിയിട്ട് പിന്നെ ടോപ്പിക്സ് കഴിഞ്ഞാൽ നിർത്താന്നുള്ളത്. നിന്റെ അപ്പൊ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? ഓൺലൈൻ എനിക്കൊന്ന് ഒത്തിരി കുട്ടികൾ ഇനിയും ചേരാൻ സാധ്യതയുള്ള സംഭവമാണ്. ഓൺലൈനില് ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ എന്താ വെച്ചാല് ഡിസ്ട്രാക്റ്റഡ് ആവാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മളടുത്ത് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് പിന്നെ പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മള് അതേ ഇവിടെ കസിൻ ഉണ്ടായിരുന്നു, ഷെർവിന്, അതുപോലെ സഹല് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവരൊക്കെ പരസ്പരം ക്വസ്റ്റ്യൻ അയച്ചിട്ടും അങ്ങോട്ട് അയച്ചിട്ടും ഇങ്ങോട്ട് അയച്ചിട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്കഷൻ ആയിട്ട് നൈസായിട്ട് പോയിരുന്നു. അപ്പൊ ഓൺലൈൻ ആക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു ഡിസ്ട്രാക്ഷൻ എങ്ങനെ നീ എങ്ങനെയാ ഡിസ്ട്രാക്ഷൻ ഒക്കെ ഒഴിവാക്കിയേ? അല്ല, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് മാർക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു ഇത് വരുമല്ലോ. മനസ്സിലായി. പക്ഷെ സ്റ്റിൽ
ഇൻസ്റ്റ ഒന്ന് എടുത്ത് നോക്കാൻ, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ അപ്ഡേറ്റ് നോക്കാൻ, അല്ലെങ്കിൽ ഗെയിം കളിക്കാനൊന്നും തോന്നാതിരിക്കാൻ എന്താ നിന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഗെയിമിനോട് പിന്നെ പണ്ട് അല്ല, പണ്ടല്ല, +2 കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പീറ്റ് ചെയ്യാൻ വന്നതിന് ശേഷം തന്നെ ഗെയിം വല്ലാണ്ട് കളിക്കലൊന്നുമില്ല. അല്ലെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇടക്കിടക്ക് എടുത്ത് നോക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവും. തുടക്കത്തിൽ ഡിസ്ട്രാക്റ്റഡ് തന്നെ ആയിരുന്നു, പിന്നെ ശരിയായി. എന്തെങ്കിലും ഒരു ഫാക്ടർ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അവസാനം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കോ ചിലപ്പോൾ നിന്നെ ഇങ്ങനെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട്? പക്ഷെ എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് തന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പൊ ഒരു ഇൻസ്റ്റ ഒഴിവാക്കണം, യൂട്യൂബ് കാണാതിരിക്കണം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു 17-18 വയസ്സുള്ള ഇൻസ്റ്റനേക്കാൾ അപ്പുറം ഡിസ്ട്രാക്ഷൻ ആയി വന്നത് യൂട്യൂബാണ്. യൂട്യൂബ് പക്ഷെ നമുക്ക് എന്തായാലും നോക്കണം, പല ഡിസ്കഷൻ കാണാനോ അങ്ങനെ എന്തിനൊക്കെ ആയിട്ട് യൂസ് വരും. ഇൻസ്റ്റാഗ്രാം പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പിന്നെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളെ ഹാബിറ്റ് അത് മാറിക്കോളും. പക്ഷെ യൂട്യൂബ് എപ്പോഴും അതെങ്ങനെയാ നീ ആ ഒരു ഇത് കിട്ടിയത്? ഇപ്പം റീലൊക്കെ കുറച്ച് കണ്ടു തുടങ്ങി, പിന്നെ അയ്യോ അങ്ങനെയല്ല എടാ നിനക്ക് IIT കിട്ടേണ്ടതല്ലേ എന്ന് പറഞ്ഞ് നിർത്താം, എന്താ ഒരു സംഭവം? മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട്, ഉള്ളിലുണ്ട്. ഇൻട്രിൻസിക് ആയിട്ട് നിനക്ക് റീലൊന്നും കണ്ടുപോകലില്ല ഈ ഒരു സീരിയസ് ആയതിനു ശേഷം? ഇല്ല, റീല് ഇൻസ്റ്റ തുറന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. യൂട്യൂബിന്റെ ഷോർട്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. യൂട്യൂബ് ഷോർട്സ് ഡിസ്ട്രാക്റ്റഡ് ആവൽ ഉണ്ടായിരുന്നു തുടക്കത്തില്, പിന്നെ ആയി നമ്മൾ ഫ്ലോയില് കയറും. അതായത് ഇവരിപ്പോ മിക്കവരിപ്പോ കാണുന്നത് ഈ റിപ്പീറ്റർ സ്പെഷ്യൽ കയറാൻ നിൽക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഫേസ് ടു ഇതിപ്പോ ആ ഒരു ടെൻഷൻ വേണ്ട. അതായത് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ എന്തായാലും സുഖമായിട്ട് ഓൺലൈൻ ആണെങ്കിലും നടക്കും. ഓഫ്ലൈനേക്കാളും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നിയത് ഓൺലൈനാണ്. ഈ ഡിസ്ട്രാക്ഷൻ എന്നുള്ളൊരു പാർട്ട് ഒഴിവാക്കുകയാണെങ്കിൽ. അപ്പം നിന്റെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കാം? അത് രാവിലത്തെ എഴുന്നേൽക്കൽ തലേന്ന് രാത്രിത്തെ കൺസിസ്റ്റന്റ് ആയിട്ടല്ല. ഇത്ര സമയത്ത് ഉറങ്ങാൻ അങ്ങനെ ഒന്നുമില്ല. അല്ല, മറ്റേ യൂഷ്വലി അതായത് നീ ഒരു നൈറ്റ് അപ്പൊ ഒരു 1 മണി 2 മണിക്കൊക്കെയാണ് കിടക്കുക? 1 മണിയാവും, എന്തായാലും 1 മണിയാവും. ഇടയ്ക്ക് 2 മണി വരെ ആയിരിക്കും. ഇടയ്ക്ക് 2 മണി. അപ്പൊ 1 മണിയൊക്കെ ആണെങ്കിൽ നീ ഏകദേശം എപ്പോഴാണ് എഴുന്നേക്കാം? സംസ്കരിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു 8 മണി 7 മണി. ഓക്കെ. സുബഹിസ്കരിക്കാൻ എഴുന്നേക്കും, പിന്നെ തന്നെ വീണ്ടും കിടന്നുറങ്ങും. 8 മണിക്കൊക്കെ എഴുന്നേക്കും. പിന്നെ രാവിലെ നമ്മൾ തലേന്നൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും, നാളെ എന്നതാണ് നോക്കേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ആദ്യം പേപ്പറിലൊന്നും എഴുതാറുണ്ടായിരുന്നില്ല, മൈൻഡിൽ ഇങ്ങനെ, പിന്നെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അങ്ങനൊക്കെ രാത്രി വന്നിട്ട് ടിക്ക് ഇടും? ടിക്ക് ഇടലുണ്ടായിരുന്നില്ല, അല്ലെ ജസ്റ്റ് എഴുതി വെക്കും. അല്ല, രാത്രി എഴുതി വെക്കും, അന്ന് പിറ്റേന്ന് അത് ചെയ്തതിന് ശേഷം ഉറങ്ങാൻ കിടക്കും ഒരു റിവ്യൂ പോലെ ചെയ്യാറുണ്ട്. അതെപ്പോഴും ഫുൾ ടിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവോ? അല്ലാത്ത ദിവസങ്ങളുണ്ടാവും. നമ്മള് എന്തായാലും എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിട്ട് പോവില്ല, ഹ്യൂമൻ ആണല്ലോ. അങ്ങനെ ചില ദിവസം ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, പക്ഷെ ഉള്ളത് വെച്ചിട്ട്. ഈ പിന്നെ ഇപ്പൊ ഒരു ദിവസം 5 കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്തു, അന്ന് 2 ചെയ്തുള്ളൂ, അന്ന് നൈറ്റ് ഒക്കെ. നമ്മള് തുടക്കത്തിലാണ് ഈ ഒരു പ്രശ്നം വരെ. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വല്ലാണ്ട് ഓവറായിട്ട് പ്ലാൻ ചെയ്യും, ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ വെക്കും. എന്നിട്ട് അവസാനം അന്ന് രാത്രി ആണെങ്കിലും ഒന്നും നടന്നിട്ടും അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല, പ്ലാൻ ചെയ്തതിനനുസരിച്ചൊന്നും നടന്നിട്ടുണ്ടാവില്ല. നമുക്ക് ആകെ ഇതായിപ്പോ. പിന്നെ അത് പിന്നെ ഗ്രാജുവലി ശരിയായി, എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു പ്രോസസ്സിൽ നിന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിന്റേതായ ചില ട്രിക്കുകളോ സ്റ്റഡി മെത്തേഡ് എന്തൊക്കെയായിരിക്കും അല്ലെ ഇവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നീ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒക്കെ എന്ത് പോസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നത് ഒത്തിരി ലൈവുകളൊന്നും നീ ലൈവ് കഴിഞ്ഞിട്ടൊക്കെ റിവ്യൂ പോലെയാണ് നോക്കാറുള്ളത്. അപ്പൊ അതിപ്പോ നമ്മള് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള സൂമിൽ ലൈവ് ഉണ്ടാവുമല്ലോ, സൂമിൽ ലൈവ് കയറണത് എന്താ വെച്ചാൽ നമുക്കൊരു മടുപ്പാണ്. പറയാലോ, മറ്റേ സാർ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലായിട്ടേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ നമ്മള് യൂട്യൂബിൽ റെക്കോർഡിങ് ഇടുമല്ലോ, കഴിഞ്ഞാലിപ്പോ ഒരു 2x കാണാന്നുള്ളതിലാണ് മൂടിപ്പോ. പിന്നെ കൂടുതൽ അങ്ങനെ ഈ അവസാനമുള്ള കുറെ ലൈവുകളിൽ ഇപ്പൊ നമ്മൾ നടത്തിയ ലൈവ് ആണെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ ചെയ്ത പബ്ലിക് ലൈവുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നീ കാണാറുണ്ടോ? പബ്ലിക് ലൈവ് ഇത് എല്ലാ ലൈവും ഇങ്ങനെ തന്നെ കാണില്ലേ, അതായത് ലൈവായിട്ട് കാണാറ് പിന്നെ നോക്കിയിട്ടാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാ, ഇത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അവസാനം വെച്ച് കാണുമ്പോൾ പിന്നെ എല്ലാം ചെയ്തോക്കലൊന്നും നടക്കൂല. നമ്മള് പഠിച്ചു കഴിഞ്ഞ കുട്ടി ഇവൻ ആ ഒരു PDF മാത്രം എടുത്ത് നോക്കിയാൽ മതിയില്ലേ, ലാസ്റ്റ് തരുന്നിട്ട് ആ ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാ ഒന്ന് എടുത്ത് നോക്കുക എന്നുള്ള
നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഡൗട്ട് ചോദിക്കാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പിയർ ഗ്രൂപ്പിൽ ഏറ്റവും നല്ല സ്കോർ നിനക്കാണോ പെർസെന്റേജ്? ഫേസ് 1 ബാക്കി എല്ലാവർക്കും ഒരു 95 എബോവ് ഉണ്ടോ? 95 എബോവ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടല്ലേ. പിന്നെ അടുത്തൊരു പാർട്ട് എങ്ങനെ കെമിസ്ട്രി എങ്ങനെ പഠിച്ചേ? കെമിസ്ട്രി ഇൻഓർഗാനിക് ആയിരുന്നു, കുറച്ചൊരു നമുക്ക് കാണാപ്പാടം പഠിക്കണ്ട, അതായത് കഴിഞ്ഞാൽ കുറെ എക്സെപ്ഷൻ ഉണ്ടാവും അതിന്റെ ഇടയില്, എക്സെപ്ഷന്റെ ഉള്ളിൽ അങ്ങനൊക്കെ ഉണ്ടാവും. ഓർഗാനിക് പിന്നെ ഇഷ്ടമായിരുന്നു. ഓർഗാനിക് പിന്നെ ഈ അടുത്തായിട്ട് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, കുറെയൊക്കെ നെയിം റിയാക്ഷൻ തന്നെ വരില്ലേ. ഓർഗാനിക്കിലൊന്നും മാർക്ക് ഒന്നുമില്ല. ഫിസിക്കലാണെങ്കിലും ഫിസിക്കൽ പിന്നെ ന്യൂമറിക്കൽ വരുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. അല്ല ന്യൂമറിക്കല് ഇതിപ്പോ 31 വരെ 32 ഇട്ട് കൊടുത്താല് റൗണ്ട് ചെയ്യുന്നിടത്തൊക്കെ തെറ്റിയാലും. ഈ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ നീ പഠിക്കാം? ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് പൊതുവെ മറക്കണ ഒരു ഇതുണ്ട്, അതായത് ഇങ്ങനെ ഇടക്കിടക്ക് എടുത്ത് നോക്കേണ്ടി, പ്രത്യേകിച്ച് മെക്കാനിസം വെച്ചിട്ടാണല്ലോ ഓർഗാനിക് കെമിസ്ട്രി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മറക്കണ ഒരു ഇതുണ്ടായിരുന്നു, ഇടക്കിടക്ക് നോക്കേണ്ടി വന്നിരുന്നു. പിന്നെ നമുക്ക് PYQ ചെയ്താലേ നമുക്ക് മനസ്സിലാവും എവിടുന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് പോയാൽ പിന്നെ കുഴപ്പമില്ല. ഇക്കൊല്ലം ഏതാണ്ട് ആ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട്. പക്ഷേ ഫിസിക്സിൽ ട്രെൻഡ് മാറിയിട്ടുണ്ടായിരുന്നില്ലേ? ഫിസിക്സിൽ അല്ലാണ്ട് മാറി. മോഡേൺ ഫിസിക്സ് പറഞ്ഞ ഒപ്റ്റിക്സ് അല്ലാണ്ട് കൂടി. ഒപ്റ്റിക്സ് ഒക്കെ പൊതുവെ അവസാനം വെച്ച് പഠിക്കണവരോട് നമ്മള് പൊതുവെ വേണ്ടെന്ന് പറയുന്ന ഏതാണ്ട് ഒരു ടോപ്പിക്കാണ്. കാരണം ഭയങ്കര ലെങ്ത് ആണ് ഒപ്റ്റിക്സ് ഒക്കെ ആ ഒരു ഇതില്. പിന്നെ പക്ഷെ ഇക്കൊല്ലം വല്ലാത്ത ചേഞ്ചാ വന്ന്. പിന്നെ എന്റെ ഷിഫ്റ്റിലൊരു അഡ്വാൻറ്റേജ് എന്താ ഉണ്ടായിച്ചാല് മാഗ്നറ്റിസം, ഫിസിക്സിൽ മാഗ്നറ്റിസം അത്യാവശ്യം സ്ട്രോങ് ടോപ്പിക്കാണ്. അവിടുന്ന് സാധാരണ 2 ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ, ഇതിൽ 4 ക്വസ്റ്റ്യൻസ് വന്ന് അത് കിട്ടുകയും ചെയ്ത്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസും കൂടി ഉണ്ടായി. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്കിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ചില ചാപ്റ്റർ ചില ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ പഠിക്കുക, അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒപ്റ്റിക്സ് മാത്സ് മിക്കല്ലോ അങ്ങനെയാണ് നീ പഠിച്ചത് കുറെ അങ്ങനെ മാത്സ് ഹൈ ടോപ്പിക്സ് ഉണ്ടാവല്ലോ. ഫിസിക്സും കെമിസ്ട്രി എന്താ വെച്ചാല് പ്രയോറിറ്റി രീതിയിലല്ലേ, ഒട്ടും അങ്ങനെയല്ല വന്നത്. അതായത് നമ്മള് ഫിസിക്സിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസ് അങ്ങനെ പൊതുവെ പ്രയോറിറ്റി ഡിയിൽ ഉൾപ്പെടുത്തേണ്ട സാധനമാണ്, ഒട്ടും ലോസ്റ്റ് ആണ്. പക്ഷെ ഇക്കൊല്ലം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വന്നു. എന്റെ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻസ് വന്നു. അതുപോലെ എന്റെ ഷിഫ്റ്റ് പൊതുവെ ക്ലാസ് 12th നല്ല വെയിറ്റേജ് ആയിരുന്നു. പ്രത്യേകിച്ച് മാത്സിലൊക്കെ 17ഓളം ക്വസ്റ്റ്യൻസ് 12th വന്നേ. 8 അത് നിനക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട്. നീ 12th കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നില്ല ജെയ്ക്ക് വേണ്ടിയിട്ട്? 12th ഫിസിക്സും കെമിസ്ട്രി ആണ് ഫോക്കസ് ചെയ്തത്, മാത്സ് തന്നെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര ഉണ്ടായിരുന്നു എനിക്ക്? 88%. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിനക്ക് റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല? ഇനി കീമിൽ എന്തായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നു? കീമിൽ റാങ്ക് 3.5. അപ്പൊ ഒരു വർഷം പോണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മോശമില്ലാത്ത കോളേജ് ഒക്കെ നിനക്ക് കിട്ടിയിരുന്നല്ലോ? അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു എന്താ കീമ നോക്കണോന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ കാലിക്കറ്റ് കിട്ടാണ്ട് നടക്കൂല എന്നുള്ള ഇതില് റിപ്പീറ്റ് ചെയ്തത്. കാലിക്കറ്റ് ഉറപ്പിച്ചു. അങ്ങനെ എന്തായാലും കിട്ടും. ഇനിയിപ്പോ നിന്റെ ഒരു പ്ലാന് പിന്നെ പൂർണ്ണമായിട്ട് അഡ്വാൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ കുറച്ച് ഈ മെയിൻസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് അഡ്വാൻസ് കുറച്ച് നോക്കാന്നുള്ള? ഓക്കെ. അപ്പം എന്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാല് ഒരു 3 to 4 hours മെയിൻസിന് കൊടുക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി. ബാക്കി അഡ്വാൻസിന്റെ ക്ലാസ്സസും കണ്ടു കഴിഞ്ഞാൽ, കാരണം IIT എന്തൊക്കെ പറഞ്ഞാലും NIT-നേക്കാൾ എന്താണ് ഒരുപാട് മോഡലാണ്. അപ്പാർട്ട് ഫ്രം എന്താ പറയുക, ജസ്റ്റ് ആ ബ്രാൻഡിങ്ങിനേക്കാൾ അപ്പുറം നീ പറഞ്ഞ പോലെ തന്നെ വലിയ പിയർ ഗ്രൂപ്പ് കിട്ടും, അടിപൊളി എക്സ്പോഷർ നിനക്ക് കിട്ടും. അപ്പം അങ്ങനെ ഇപ്പം എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ റാങ്ക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 98.6 ഓൾമോസ്റ്റ് എന്താണ് ഒരു സേഫ് ആണ്. എസ്പെഷ്യലി OBC ഉണ്ട് നിനക്ക്, OBC ഉണ്ട് ഒരു സേഫ് ആയിട്ടുള്ള സാധനമായിരിക്കും. ചിലപ്പോൾ CS മിസ്സിംഗ് ആയിരിക്കും. അതെ CS-ന്റെ കേസിൽ മാത്രമായിരിക്കും പ്രശ്നം. അപ്പം ഈ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, മറ്റേ ഇപ്പൊ നീ എന്താണോ ഒരു റിസ്ക് എടുത്തത് +2 കഴിഞ്ഞിട്ട്, ഓക്കെ CET വേണ്ട നമുക്ക് എന്ത് NIT തന്നെ നോക്കാമെന്ന റിസ്ക്, അതേ ഒരു റിസ്ക് എന്ത് ചെയ്യണം ഇതിലും എടുക്കണം. പിന്നെ യൂഷ്വലി അഡ്വാൻസിന് പഠിക്കുമ്പോൾ എന്തായാലും വല്ലാതെ എന്ത് ചെയ്യാറില്ല, താഴോട്ടേക്കൊന്നും പോകാറില്ല. ചിലപ്പോൾ 1-2 പോയിന്റുകൾ എന്ത് ചെയ്യാറുണ്ട്, താഴോട്ട് പോകും. അപ്പം കുറച്ച് സമയം എന്ത് ചെയ്യുക, ഇതിനും കൂടെ അലോട്ട് ചെയ്തോട്ട് പഠിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുന്ന. അഡ്വാൻസ് നോക്കണം, കാരണം IIT മദ്രാസിലേക്കൊക്കെ എത്താനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഓൺലൈനിൽ പഠിച്ചിട്ടാണ് നീ ഇതുവരെ എത്തിയത്. അപ്പം നീ ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും നിനക്ക് ഓൾറെഡി അറിയാം. പിന്നെ റിസോഴ്സസ് സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. നീ ജസ്റ്റ് ചെയ്യാം. ഒരു 2 hour 3 hour എന്ത് ഇതിനും കൂടെ കൊടുക്കുന്നതായിരിക്കും നന്നാവാം. ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് പേടിന്റെ മാത്സ് ആണ്. അതെ.
മാത്സ് നമ്മളെ കൊണ്ടാവൂല എനിക്കും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് വല്ലാണ്ടൊന്ന് ഹിൻഡർ ചെയ്തിക്കണ്, പിന്നീട് വലിച്ചിക്കണ്. നമ്മൾ അവസാനം വെച്ചിട്ട് ഇങ്ങനെ ചില ടോപ്പിക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നും. പഠിച്ചാൽ മതിയായിരുന്നു, തുടക്കത്തില് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ മാത്സ് ഒക്കെ നടന്നേനെ. ഇപ്പൊ +1 എത്തുന്ന കുട്ടികളോട് തുടക്കത്തിലേ പഠിക്കാനാണോ നീ പറയാ? +1 +2 എന്തായാലും നോക്കണത് എന്തായാലും നന്നാവും. അതായത് റിപ്പീറ്റ് ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ ശരിക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാത്സിലൊക്കെ അത് നന്നായിട്ടുണ്ടാവില്ലേ? മാത്സിലാണത് നന്നായിട്ട് അറിഞ്ഞത്. കുറച്ച് ഫിസിക്സ് കുറച്ചൊക്കെ +2 നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം. അതുപോലെ നമ്മള് ഫിസിക്സും കെമിസ്ട്രി ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് ഒന്നും കൂടി നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, നമുക്ക് ഇത് അറിയാലോ എന്നുള്ള ഒരു ഇത് കിട്ടും. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ പെൻഡിങ് ഒക്കെ ആകുമ്പോഴൊക്കെയാണ് ഒരു പഠിച്ച ടോപ്പിക് എന്ത് ചെയ്യും, നിങ്ങളെ കയറിയിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യും. അതിന് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി, എനിക്കറിയാം. അപ്പം കുറച്ചും കൂടെ ബാക്ക് ഓൺ ട്രാക്ക് ആക്കാനൊക്കെ കിട്ടും. അപ്പം ഇപ്പൊ +1 പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇനി +1 എത്തുന്ന കുട്ടികളോടൊക്കെ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തവണ പഠിച്ചാൽ കിട്ടില്ല, അപ്പൊ പിന്നെ പഠിക്കണ്ടെന്നാണ് വിചാരിക്കുക. എനിക്ക് ഇതുണ്ടായിരുന്നു. ഇപ്പൊ നീ ഫിസിക്സും കെമിസ്ട്രിയും നോക്കുമ്പോ എന്തായാലും കിട്ടൂലല്ലോ. പിന്നെ ഇല്ല, ഫിസിക്സ് കെമിസ്ട്രി ഇതായിട്ട് തന്നെ നോക്കിക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഫുള്ള് ഇതിലായിരുന്നില്ല, പക്ഷെ ഇതുണ്ടല്ലോ NIT കാലിക്കറ്റ് എങ്കിലും കിട്ടണം എന്നുള്ള ആ ഒരു ഇതില്. NIT കാലിക്കറ്റ് പോയിട്ടുണ്ടേ? ഇല്ല, ഒന്ന് വെറുതെ ഒന്ന് നോക്കി കഴിഞ്ഞാല് ഇത് കിട്ടായിരിക്കും. പിന്നെ പാരന്റ്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഉപ്പാന്റെ അടുത്ത് നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു? എല്ലാവരും സപ്പോർട്ട് തന്നെയായിരുന്നു. റിസൾട്ട് വന്നപ്പോഴോ അവര്? അല്ല, ഞാൻ പറഞ്ഞല്ലോ അവർക്കൊരു ഞാൻ നാഷണലായിട്ടേ പറഞ്ഞിട്ടുള്ളൂ, ഇവര് ഇങ്ങനെ 98 ഒക്കെ ഉണ്ടാന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. പിന്നെ ഉമ്മ എന്ത് ചെയ്യുന്നത്? ഉമ്മ ടീച്ചറാണ്, രണ്ടാം ടീച്ചറാണല്ലേ. ആയിക്കോട്ടെ, അപ്പൊ എന്ത് ചെയ്യാം, അഡ്വാൻസിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.